നിന്നകൾ ഏറി വന്നാലും മാറലേ മാറയും നാഥനേ. ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറലേ മാറയും നാഥനേ. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 23-ാം സംഘത്തിനും 6-ാം വാക്യം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പകൽ അവസാനിച്ച് അന്ധകാരം ഭൂമിയെ മൂടുമ്പോൾ ഇടയൻ്റെ കാവലിൽ ആലയിൽ കഴിയുന്ന ആടിനെക്കുറിച്ചുള്ള ഓർമ്മ ഇടയൻ്റെ മനസ്സിൽ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്ന ഭാഗ്യാവസ്ഥയുടെ ചിത്രമാണ് നൽകുന്നത്. യഹോവയുടെ ആലയത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവോന്മുഖമായ വിശുദ്ധ കാര്യങ്ങളിൽ വ്യാപൃതരായി ദൈവത്തോട് അഭേദ്യമായ ബന്ധം പുലർത്തി ജീവിക്കുക എന്നതാണ്. ജീവിതത്തിൻ്റെ സന്തോഷകാലത്തും സന്താപകാലത്തും നന്മ നമ്മുടെ ആവശ്യങ്ങളെ നിർവഹിക്കുന്നു. കരുണ നമ്മുടെ പാപങ്ങളെ മായ്ക്കുന്നു. ദൈവകൃപയുടെ ഈ വൈശിഷ്ട്യങ്ങൾ നമ്മെ പിന്തുടരുന്നു. പാറയിൽ നിന്നുള്ള വെള്ളം ഇസ്രായേലിൻ്റെ പ്രയാണങ്ങളിൽ അവരെ പിന്നിടുന്നതുപോലെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഈ വലിയ അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മെ തന്നെ ഈ ദിവസം നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിൽ ദിനംപ്രതി നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.